പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല, കേട്ടില്ല, മിണ്ടില്ല ആരാരും. കണ്ടില്ല, കേട്ടില്ല, കേട്ടില്ല, മിണ്ടില്ല ആരാരും. എന്താ സാറേ? ഒരു ബലൂൺ. ഞാൻ കുറെ ബലൂൺ തന്നാണല്ലോ. അതൊക്കെ പൊട്ടിപ്പോയി. എല്ലാം പൊട്ടിച്ചോ? എല്ലാം പൊട്ടി. എന്നാലേ ഇനി ഇവിടെ പൊട്ടിക്കാൻ ബലൂൺ ഇല്ല. എന്താ സാറേ? സാറിന് തരാൻ ബലൂൺ ഇല്ല, ബാക്കിയൊക്കെ ഞങ്ങൾ ഒട്ടിച്ചോളാം. കേക്കില്ലേ? കേക്ക് ഉണ്ടല്ലോ. മീനുക്കുട്ടി, കേക്ക് റെഡിയല്ലേ? കേക്ക് റെഡിയാ. കേക്ക് എവിടെ? ഇവിടെ സാറേ, എങ്ങനെയുണ്ട് സാറേ കേക്ക്? എന്തോന്ന് സാറേ ഇത്? അല്ല, ഷിഹാബ് സാർ എന്ത് ചെയ്യും? ഷിഹാബ് സാറേ സാറേ. ആ എവിടെ? ആഹാ, സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട്? കൊള്ളാം. അകത്ത് കുറച്ച് അലങ്കാരപ്പണി ബാക്കി ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. സെല്ലിനകത്ത് എന്തിനാ അലങ്കരിച്ചത്? നമ്മൾ പിടിച്ചോണ്ട് തന്നെ ഉറപ്പില്ല ന്യൂ ഇയർ, അവര് സെല്ലില് ആഘോഷിക്കുന്നത്. ഇത് കുറച്ച് ബാക്കിയുണ്ട്, ഇവിടെ കേക്ക് മുറിച്ചാല. നമ്മൾ 4 പേരും കൂടെ മുറിക്കാനോ? എല്ലാരും കൂടെ വരട്ടെ സാറേ. നവിനെല്ലാരും വരട്ടല്ലേ? ഇതെല്ലാം പോലീസ് സ്റ്റേഷനാ, നഴ്സറി സ്കൂളാ? പോലീസ് സ്റ്റേഷനാണ് സാറേ. ഇതെന്തെങ്ങനെ മൊത്തത്തിലൊന്ന് അലങ്കരിച്ചോളാൻ പറഞ്ഞു. ആര്? സമർത്ഥൻ സാറ്. എന്തിന് സാറേ, ഇന്ന് ന്യൂ ഇയർ അല്ലേ? CI സാർ പറഞ്ഞു അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന്. അത് വളരെ നല്ല കാര്യ. പൊതുവെ പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ. നമ്മളെന്തോ വലിയ രാക്ഷസന്മാരാണെന്നാ അവരുടെ ധാരണ. അതൊന്ന് മാറ്റിയെടുക്കണല്ലോ. അത് നമുക്ക് മാറ്റിയെടുക്കാം സാർ. അല്ല, CI സാർ എന്ത് ചെയ്യും? സാർ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട. അല്ല, കേക്ക് മുറിക്കണ്ടേ? എണ്ണ വിളിച്ചോ. എന്താ സത്യമേ? സാറെന്തേ കാണിക്കുന്നത്? ഞാനേ ഈ കലണ്ടർ ഒന്ന് എടുത്തു മാറ്റിയതാ. ഇതെന്തിനാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ പിടിക്കണം? എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇങ്ങനെ ഒരു വൃത്തികെട്ട വർഷം ഞാൻ കണ്ടിട്ടില്ല. കൈകൊണ്ട് തൊടാൻ തന്നെ അറപ്പാവുന്നു. വേടക്കണം, എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ചുകളെ, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനി എന്റെ പ്രതീക്ഷ മുഴുവനും ഈ വർഷത്തിലാണ്. സർ, കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുവാ. റെഡിയാണല്ലോ? നമുക്ക് കട്ട് ചെയ്തേക്കാം. ഇത് പിടിച്ചോ. എവിടെ? ദൈവമേ, ഈ വർഷം കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. റെഡിയായല്ലോ. അല്ല, നമ്മൾ ഇത്രയും പോലീസുകാരുള്ളോ? അല്ല, ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ഓക്കെ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ബാക്കി അവർക്കൊക്കെ കൊടുത്തേക്കണം കേട്ടോ. എന്നാലും നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്താലോ? പിന്നെ ചെയ്തോ? അല്ലേ സാറ്? ഞാൻ ചെയ്താൽ മതി. ഓക്കെ.
ആ, അപ്പോൾ എല്ലാവരുടെയും തീരുമാനങ്ങൾ പറയൂ, കേൾക്കട്ടെ. എന്ത് തീരുമാനമാണ് സാർ? പുതുവർഷമായിട്ട് നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം വാസുവാറിന്റെ തീരുമാനം ഒന്ന് പറ, കേൾക്കട്ടെ. ഞാൻ ഈ പുതുവർഷമായിട്ടേ ആ, ഈ വർഷം മുഴുവൻ പുസ്തക വായനയായിട്ട് അങ്ങോട്ട് കൂടാൻ തീരുമാനിച്ചു. വെരി ഗുഡ്, നല്ല തീരുമാനം, അടിപൊളി. അല്ല, ഈ വായിക്കാനായിട്ട് എവിടെന്നാ സമയം കണ്ടെത്തുന്നത്? അല്ല, അത് ഇവിടെ ഇരുന്ന് വായിക്കാമല്ലോ. അല്ല, അപ്പൊ ജോലി ചെയ്യണ്ടേ? അത് രണ്ടും കൂടി കൊണ്ടുപോകാലോ. രണ്ടും കൂടി പറ്റില്ല, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോ വായന ആ, അത് വേണ്ട, വായന തന്റെ വീട്ടിലിരുന്ന്, ജോലി ഇവിടെ. ഓക്കെ, ഇനി ഷിഹാബിന്റെ തീരുമാനം പറ. സാറിന് ചോദിച്ച ഫാമിലി ആയിട്ടൊന്ന് ഗോവയ്ക്ക് പോകണം. ആ ഫാമിലി ആയിട്ട് ഗോവക്ക് പോകണേന് ഞാൻ സമ്മതിക്കേണ്ട കാര്യം എന്താണ്? അല്ല, 5 ദിവസത്തെ ലീവ് വേണം. ഓ, അങ്ങനെ. താൻ ഗോവക്ക് വയ്ക്കോ. താങ്ക് യു സാർ. പക്ഷെ ലീവ് ഞാൻ തരില്ല. ആ, ഇനി മീനുകുട്ടിയുടെ തീരുമാനം പറയൂ. കല്യാണം. ആഹാ, മീനുകുട്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അയ്യോ, ഞാൻ തീരുമാനിച്ചതല്ല, അച്ഛൻ തീരുമാനിച്ചതാ. അത് അച്ഛന്റെ തീരുമാനമല്ലേ, മീനുകുട്ടിയുടെ തീരുമാനം പറയൂ. അയ്യോ സാറേ, ഞാൻ അങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. സാറേ എന്റെ തീരുമാനം എന്ന് വെച്ചാലേ, എന്റെ പൊന്നു വരുന്ന വേണ്ട, ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. ഓരോ ദിവസവും ഓരോ തീരുമാനം എടുക്കുക, എന്നിട്ടൊട്ട് നടപ്പാക്കുകയുമില്ല. ഇനി സത്യഭാമ പറ. ഞാൻ സർ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയും കാലം ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ലേ? അതല്ല, കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വെരി ഗുഡ്, അങ്ങനെ വേണം. വേണ്ട വേണ്ട, എനിക്കറിയാം, കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഡ്യൂട്ടി കിടക്കട്ടെ. സർ, പുതുവർഷമായിട്ട് സാറിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ എൻ്റെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. ശരി. ആരാണി? ദേ ഒരു പൊതി വരുന്നുണ്ട്, പിടിച്ചോണേ. മീൻ വറുത്തതും മുട്ട പുഴുങ്ങിയതും. ഇതിൽ കാണിച്ച മോശമായി പോയി. എന്തു പറ്റി സാറേ? അല്ല, ന്യൂ ഇയർ ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നത്. ഞാൻ ഗിഫ്റ്റ് തന്നല്ലോ. എന്ത്? 5 രൂപയുടെ മിഠായി അല്ലേ തന്നത്? ഞാനേ 150 രൂപയുടെ ഗിഫ്റ്റ് തന്നത്. 150 രൂപയാണ്. ഷേ, ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ കണക്ക് പറയില്ലേ സാറേ. 1 രൂപയുടെ ഒരു സാധനം തന്നാലും ഗിഫ്റ്റ് ഗിഫ്റ്റാ. അല്ല, ഞാൻ കാശിന്റെ കണക്ക് പറഞ്ഞൊന്നുമല്ല, പറഞ്ഞതേ ഉള്ളൂ. സാറിന് ഇപ്പം എന്താ വേണ്ടത്? 150 രൂപയുടെ ഒരു ഗിഫ്റ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ 200 രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിത്തരാം. ഇനി എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ വാങ്ങിത്തരുന്ന കാര്യമല്ല, അടുത്ത ന്യൂ ഇയർ വാങ്ങിത്തരുന്ന കാര്യമാണ് പറഞ്ഞത്. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. സാറേ. ആ ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സാറേ, എനിക്കൊരു പരാതി പറയാണ്ടായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ പരാതിക്കാരനാ ചേട്ടൻ. ചേട്ടൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരും. സാറേ, എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? അയ്യോ ചേട്ടാ, അതോട്ടെ നന്ദി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. സാർ. സാർ. സാറേ. സാറേ. ഹാപ്പി ന്യൂ ഇയർ.
ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറ ചേട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഇത് എന്ത് ഹാപ്പി ന്യൂ ഇയർ ആണ് ചേട്ടാ? ഒരു ഹാപ്പി ഇല്ലാതെ. ആ പോട്ടെ, എന്തായാലും വന്ന കാര്യം പറഞ്ഞു. സാർ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സങ്കടവും പരാതിയൊക്കെ പറയാനായിട്ടാണ് ഇതുപോലെ പോലീസ് സ്റ്റേഷൻ. മനസ്സിലായില്ലേ? എന്താണ് സങ്കടം? പറഞ്ഞു. സാറേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയി. ഇരുന്ന് പറയണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളെ പോലുള്ളവർക്ക് ഇരിക്കാനാണ് ആ ചെയർ. ഇരുന്നോ? എന്നിട്ട് പറ. സാറേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടൂർ പോയി. ആഹാ, എവിടെയാ പോയത്? മൂന്നാറ്. മൂന്നാറ്. ഇപ്പൊ പോകാൻ പറ്റിയ സ്ഥലമാണ് മൂന്നാറ്. മൂന്നാറല്ല, ഇപ്പൊ പോണമെങ്കിൽ കൊടൈക്കനാലിൽ പോണം. പക്ഷെ എനിക്കിഷ്ടം മൂന്നാറാ. എന്റെ ഭാര്യയൊക്കെ ഭയങ്കര ഇഷ്ടം കൊടൈക്കനാല്. ആണോ? അയ്യോ, കൊടൈക്കനാലിൽ ഒരു സംഭവം ഉണ്ട്. ഞങ്ങള് സാറേ അതല്ല എൻ്റെ പ്രശ്നം. തന്റെ പ്രശ്നം പറ. സാറേ ഞാൻ ഈ ഡിസംബർ 28 ടൂർ പോയതാ. ഇന്ന് രാവിലെയാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് സാധനവും പോയി. മോഷണം പോയിന്ന്. എന്തൊക്കെ സാധനങ്ങളാ പോയത്? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, AC വീട്ടിലില്ല. അല്ല, പോയത് മാത്രം പറഞ്ഞാൽ മതി. അല്ല സാർ അതങ്ങോട്ട് പറഞ്ഞു പോയതാ. CCTV ഉണ്ടോ? CCTV മോഷണം പോയിട്ടില്ല, അത് വീട്ടിലില്ല. CCTV ഉണ്ടായിരുന്നെങ്കിലേ മോഷ്ടിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായി. എന്റെ സാറേ CCTV ഉണ്ടായിരുന്നെങ്കിൽ അവൻ അതും അടിച്ചോണ്ട് പോയേനെ. വീടൊക്കെ പൂട്ടിയിട്ടാണോ നിങ്ങൾ പോയത്? വീടൊക്കെ നന്നായി പൂട്ടിട്ടാ പോയെ. ഫ്രണ്ടും ബാക്കും എല്ലാം പൂട്ടിട്ടാ പോയെ. അപ്പൊ മോഷണമാണ് പ്രശ്നം അല്ലേ? എല്ലാ സാധനവും മോഷണം പോയി. ഒരു കാര്യം ചെയ്യും, ആ വാസ് സാർ റൈറ്ററാണ്. സാറിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ മോഷണം പോയെന്നുള്ളത് സാറിനോടൊന്ന് പോയി പറയണം. അപ്പൊ സാർ ഒരു പരാതി എഴുതി തരും. ആ പരാതി CI സാറിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കണം. സാറേ ഈ മോഷണം പോയ സാധനങ്ങളെല്ലാം ഇന്ന് തന്നെ കിട്ടുമോ? അല്ല സാറേ, ഈ ബർമൂഡയും ഈ ടീഷർട്ടും മാത്രമേ ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് കള്ളം കൊണ്ടുപോയി. മനസ്സിലായി. നിങ്ങളിപ്പോ ഇന്ന് പരാതി തരാൻ പോകുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിക്കാം കേട്ടാ. കള്ളനെ പിടിക്കാം, സമാധാനമായിട്ട് വയ്ക്കും. പോയി പരാതി കൊടുക്കും കേട്ടാ. ശരി സാർ. ചെല്ലുന്നു. പാവാ ചേട്ടൻ ന്യൂ ഇയർ പോയി. കഴിഞ്ഞ ന്യൂ ഇയർ കോവിഡ് കൊണ്ടുപോയി. ഇത്തവണ അങ്ങേരെ ന്യൂ ഇയർ കള്ളം കൊണ്ടുപോയി. അല്ല, കഴിഞ്ഞ ന്യൂ ഇയറിന് കോവിഡ് വന്നിട്ടില്ല. കഴിഞ്ഞ ന്യൂ ഇയറിന് പ്രളയം കൊണ്ടുപോയി. പ്രളയം അതിന്റെ മുന്നിലത്തെ വർഷമാണ്. ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ എന്റെ പോയല്ലേ. എങ്ങനെയാണ് അത് പോയത്? ഓർത്തു നോക്ക്. അതെങ്ങനെ എന്റെ ന്യൂ ഇയർ? സാർ സാറേ സാറേ എന്താടോ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. ഞാനേ ഇതൊന്ന് വായിച്ചു തീർത്തോട്ടെ. താനിരിക്കേ ഒരു 5 മിനിറ്റ്. സാറേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലും പ്രധാന ഒരു വിഷയത്തിലും ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കണേ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിയട്ടെ. സമർത്ഥൻ. സാർ വാ. ഇരിക്കടും. എന്താ പ്രശ്നം? സാറേ എൻ്റെ പേര് മാർത്താണ്ഡൻ. എന്താ മാർത്താണ്ട പ്രശ്നം? ഞാൻ 2 ദിവസമായിട്ട് നാട്ടിലുണ്ടായിരുന്നില്ല. എവിടെ പോയിക്കായിരുന്നു? ഞാനൊരു ടൂർ പോയേക്കായിരുന്നു. എവിടെയായിരുന്നു? മൂന്നാറ്. സാറേ ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് സാധനം മോഷണം പോയി. മോഷണ കേസാണല്ലേ? അവിടെ റൈറ്റർ ഇരിപ്പുണ്ട്, ഒരു പരാതി കൊടുത്തേ. സാറേ ഞാൻ ആ സാറിൻ്റെ അടുത്തൊക്കെ പോയതാ, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്തില്ലേ? പിന്നെ പുള്ളി എന്തെടുക്കായിരുന്നു അവിടെ? ഏതാണ്ട് ബുക്കൊക്കെ വായിച്ചിരിപ്പുണ്ട് അവിടെ. സാറേ, വാസുദേവൻ സാറേ. എന്താ സാറേ? ഒന്നും വന്നിടൂ. സാർ, അവക്കെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായന നല്ലതാണ്, പക്ഷെ ഡ്യൂട്ടി ടൈമിലിരുന്ന് വായിക്കരുത്. സോറി സാർ. അല്ല, ഇതാരെ? ഇയാളെ സാറ് കണ്ടിട്ടേ ഇല്ല? ഇല്ല.
സാറേ ഇയാൾ നിങ്ങളുടെ അടുത്ത് ഒരു പരാതിയായിട്ട് വന്നിരുന്നു. എപ്പോ സാറേ ഞാൻ ഈ മതിലുകളുടെ മൂർധന്യാവസ്ഥയിൽ ഇതൊന്നും കഴിയട്ടെ, റെഡിയാക്കി തരാം തന്നെയാണ് മതിലുകൾ. അതുകൊട്ടെ, നിങ്ങളെന്നാ ടൂർ പോയതെന്ന് പറഞ്ഞത്? സാറേ ഞാൻ ഈ 28-ാം തീയതിയാണ് പോയത്. ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി നോക്കിക്കഴിയുമ്പോൾ കംപ്ലീറ്റ് സാധനം മോഷണം പോയി. അപ്പം നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് 3-4 ദിവസമായി. നിങ്ങൾ ടൂർ പോകുന്ന കാര്യം ഇവിടെ അറിയിച്ചിരുന്നോ? അല്ല സാറേ, ടൂർ പോകണ വിവരം പോലീസ് സ്റ്റേഷനിൽ പറയണോ? എൻ്റെ മാർത്താണ്ട, നമ്മൾ വീട് വിട്ട് 3-4 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. അങ്ങനെ ഒരു നിയമമുള്ള കാര്യം എനിക്കറിയില്ല സാറേ. ഇവിടെ ഇത് നിയമമൊന്നുമല്ല, സാധാരണ പോലീസുകാർ ജനങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളെന്താ ചെയ്യണത്? സാറേ ഞാൻ അധ്യാപകനാണ്. അധ്യാപകനായിട്ടാണോ നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത്? എനിക്കറിയില്ല സാറേ. മാർത്താണ്ടൻ അറിയില്ലെങ്കിൽ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതെന്തിനാണെന്നറിയോ? രാത്രി ഞങ്ങൾ പട്രോളിങ്ങിന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീടും അതിൽ ഉൾപ്പെടുത്തും. പിന്നെ പാലുകാരനെയും പത്രക്കാരനെയും പോസ്റ്റ് ഓഫീസിലും അറിയിച്ചിരിക്കണം. അതെന്തിനാണെന്ന് മനസ്സിലായ? അതെനിക്കറിയില്ല സാറേ. പത്രം, പാല്, ലെറ്ററുകൾ ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് കെട്ടിക്കിടക്കുമ്പോൾ കള്ളൻ അപ്പം മനസ്സിലാവും ഈ വീട്ടിൽ ആളില്ലാത്ത. അത് കള്ളന് നമ്മൾ വഴിവെച്ച് കൊടുക്കലല്ലേ വാർത്താണ്ട? അതില്ലാതിരിക്കാനാണ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പോയതിൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടില്ല സാറേ. എന്താ വാർത്താണ്ട അങ്ങനെ പറയണത്? എടോ, തൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിരിക്കും. അതിനല്ലേ ഞങ്ങൾ കൂടെ ഉള്ളത്. ഉറപ്പാണോ? എൻ്റെ മാർത്താണ്ട ധൈര്യമായിട്ട് പോ. ഇനി തൻ്റെ കൂടെ കേരള പോലീസ് ഉണ്ടോ? സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. നമുക്ക് ആ പാവത്തിന്റെ സാധനങ്ങളൊന്നും കണ്ടുപിടിച്ചു കൊടുക്കണ്ടേ? സാറേ, പൊതുജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവരെ നമ്മൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ നേരത്തെ ഡ്യൂട്ടിക്കിടയിൽ നിന്ന് ഇമാതിരി പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോലും സാറേ. താൻ എന്തായാലും വണ്ടി ഇറക്കാൻ പറ. എങ്ങോട്ടാ സാറേ? മാർത്താണ്ടൻ്റെ വീട്ടിൽ കയറിയ കളനെ പിടിക്കട്ടെ. അല്ല, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടേ. എൻ്റെ പണി എന്താണെന്നൊക്കെ എനിക്കറിയാം. വണ്ടി എടുക്കണോ? സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനി ആരും നോക്കണ്ട.